കടം കൂടിക്കഴിഞ്ഞാൽ, പലിശഭാരം കൂടിക്കഴിഞ്ഞാൽ, ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലം ഉള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു ഫിസിക്കൽ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഫിസിക്കൽ ഡെഫിസിറ്റ്, അതിൽ ഗവൺമെന്റ് ഹാസ് ബീൻ എ ബിഗ് സക്സസ്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ എല്ലാ ബജറ്റിലും MSMEസിന് വലിയ ഒരു പ്രാമുഖ്യം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ബിഗ് പ്രയോറിറ്റി ഹാസ് ബീൻ ഗിവൺ ബിക്കോസ് ഫ്രം ദി മാക്രോ ഇക്കണോമിക് പെർസ്പെക്റ്റീവ് ദിസ് സെഗ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈവൻ പ്രസിഡന്റ് ട്രംപ് തന്നെ ഇന്ത്യന്റെ മുകളിൽ 50% തീരുവ ചുമത്തിയപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ മേഖല അതൊന്ന് ഒഴിവാക്കിയത്. കാരണം അവർക്ക് ചീപ്പായിട്ട് നല്ല ക്വാളിറ്റിയുള്ള മരുന്ന് കിട്ടണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വേണം കിട്ടാൻ. ഫിസിക്കൽ കൺസോളിഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ 2021 കോവിഡ് വർഷം ലോക്ക്ഡൗൺ ഒക്കെ ആയി, ആളുകൾ വീട്ടിലിരിക്കേണ്ടി വന്നപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും മാന്ദ്യമൊക്കെ ഉണ്ടായ സമയത്ത് സർക്കാരിന് ഒരുപാട് പണം ചെലവിടേണ്ടി വന്നു. സർക്കാരിലേക്ക് ജനങ്ങൾക്ക് കാശ് കൊടുത്തു, അക്കൗണ്ടിലേക്ക് പണം വന്നു. അപ്പോൾ സർക്കാരിന്റെ ചെലവ് ഗണ്യമായി കൂടിയപ്പോൾ സർക്കാരിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് കണ്ടമാനം കൂടി. 9.2 എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഇത് പെർസെൻറ്റേജ് ഓഫ് GDP ആയിട്ടാണ് പറയാം. 9.2% ഫിസിക്കൽ ഡെഫിസിറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP. GDPന്റെ 9.2% നമ്മുടെ കമ്മിയായി, ഫിസിക്കൽ കമ്മിയായി. കമ്മി എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ വരുമാനത്തിനേക്കാളും കൂടുതൽ എത്രയാണോ ചെലവ് എന്നുള്ളതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ദാറ്റ് റോസ് ടു 9.2%. അത് ഒരുപാട് നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാക്കും. പലിശ നിരക്ക് വർദ്ധിക്കും ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടിക്കഴിഞ്ഞാൽ. സർക്കാരിന് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവിടാൻ പണം ഉണ്ടാവില്ല. ഇപ്പൊ കേരളത്തിന്റെ സ്ഥിതി അതാണ്. കേരളം കണ്ടമാനം കടം വാങ്ങിയിട്ട് വേറെ പല കാര്യങ്ങളും, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം, ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് പെൻഷൻ, പിന്നെ കടം വാങ്ങിയുള്ള പലിശ കൊടുത്തു കഴിഞ്ഞാൽ കാശ് കഴിഞ്ഞു. പിന്നെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും കടം വാങ്ങുന്ന അവസ്ഥയാണ്. അപ്പൊ കടം കൂടിക്കഴിഞ്ഞാൽ, പലിശഭാരം കൂടിക്കഴിഞ്ഞാൽ, ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലം ഉള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു ഫിസിക്കൽ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഫിസിക്കൽ ഡെഫിസിറ്റ്, അതിൽ ഗവൺമെന്റ് ഹാസ് ബീൻ എ ബിഗ് സക്സസ്. നമ്മുടെ കോൺഗ്രസ് നേതാവായിരുന്ന ചിദംബരത്തിനോട് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ് കേട്ടോ. അദ്ദേഹം ഗവൺമെന്റിനെ, നാച്ചുറലി കോൺഗ്രസ് ആവുമ്പോൾ BJP ഗവൺമെന്റിനെ വിമർശിക്കണം. അപ്പൊ വിമർശിച്ച ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ഇന്റർവ്യൂവർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ചിദംബരത്തിനോട് ചോദിച്ചു, ഗവൺമെന്റിന്റെ ഒരു സക്സസ് ഏരിയ പറയൂ എന്നത്. ചിദംബരം ഈ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ നല്ല അറിവുള്ള ആളാണ് കേട്ടോ. അദ്ദേഹത്തിന് അത്രയും ഈ കാര്യങ്ങൾ അറിവുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ ചുരുങ്ങും എന്നാണ് എൻ്റെ അഭിപ്രായം. ഈസ് എ വെരി ഇന്റലിജന്റ് പേഴ്സൺ, വെരി ഷൂട്ട് പേഴ്സൺ, വെരി നോളജബിൾ പേഴ്സൺ, പെർട്ടിക്കുലർലി ഇൻ ഇക്കണോമിക്സ്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞെന്താ അറിയോ, ഫിസിക്കൽ കൺസോളിഡേഷനിലുള്ള ഗവൺമെന്റിന്റെ ട്രാക്ക് റെക്കോർഡ് ദാറ്റ് ഈസ് വെരി ഗുഡ് എന്ന് പറഞ്ഞു. അത് ഓപ്പോസിഷൻ ലീഡർ അങ്ങനെ ഒരു വെരി ഗുഡ് എന്ന് ഗവൺമെന്റിന്റെ ഒരു ഫിസിക്കൽ പോളിസിയെ കുറിച്ച് പറയാച്ചാൽ ദാറ്റ് ഈസ് റിയലി ഗുഡ്. അപ്പൊ 9.2% എന്നുള്ളത് ഘട്ടമായിട്ട് കുറച്ച് ഇപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഇയറിൽ FY26 മാർച്ച് 30 അവസാനിക്കുന്ന വർഷത്തിൽ 4.4% എന്നായിരുന്നു കഴിഞ്ഞ വർഷത്തിലെ ടാർഗറ്റ്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതാണ് ബജറ്റിൽ പറയുന്നത്. അടുത്ത വർഷത്തേക്ക് വീണ്ടും അത് 4.3% ആക്കി കുറച്ചിട്ടുണ്ട് ടാർഗറ്റ് അടുത്ത വർഷത്തേക്ക്. മാത്രമല്ല ഈ വർഷം മുതൽ ഒരു പുതിയ ഒരു മാനദണ്ഡം അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ഫിസിക്കൽ ഡെഫിസിറ്റ് ടു GDP, another matrix, that matrix is called debt to GDP. മൊത്തം കേന്ദ്ര സർക്കാരിന്റെ മൊത്തം കടം GDPന്റെ എത്ര ഭാഗമാണ് എന്നുള്ളത്. അതിപ്പോ 56.1%. അതിനെ അടുത്ത വർഷം ആകുമ്പോഴേക്കും 55.6% കുറയ്ക്കുക. പിന്നെ 2030 ആകുമ്പോഴേക്കും, 4 years from now, 2030 ആകുമ്പോഴേക്കും കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ ഡെഫിസിറ്റ് 50% പ്ലസ് ഓർ മൈനസ് 1% എന്നാണ് പറയുന്നത്. 49% ആവാം, 51% ആവാം. അങ്ങനെ കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുള്ളത്. അത് പുതിയൊരു കൺസെപ്റ്റാണ് ഈ ബജറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് അറിയായിരുന്നു ഇത് വരുന്നു എന്ന്. ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനി പ്രധാനമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, പബ്ലിക് കാപ്പെക്സ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് കാപ്പെക്സ്. അപ്പൊ പൊതു ചെലവ്. കാരണം കഴിഞ്ഞ 4 വർഷത്തിലും നമ്മുടെ ഇക്കോണമി ഗ്രോത്ത് ഉണ്ടായെങ്കിലും കൂടി തന്നെ പ്രൈവറ്റ് കമ്പനികൾ, പ്രൈവറ്റ് കാപ്പെക്സ്, പ്രൈവറ്റ് കമ്പനികളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണ്ട രീതിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കുറവ് നികത്താൻ ഗവൺമെന്റ് വാസ് കോമ്പൻസേറ്റിംഗ് ഫോർ ദി deficiency in private capex. Government was spending money on capital expenditure. Government was spending huge amount of money on railways. Government was spending huge amount of money on national highways, on ports, on airports, on harbors,
മാസീവ് ഇൻവെസ്റ്റ്മെന്റ്. അത് ഈ ബജറ്റിൽ 12.2 ട്രില്യൺ ആണ്. ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1000 ബില്യൺ ആണ് ഒരു ട്രില്യൺ. മലയാളത്തിൽ പറയുമ്പോൾ 12.2 ലക്ഷം കോടി. ലക്ഷം കോടിയാണ് ട്രില്യൺ. ലക്ഷം കോടി എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ. അത് കാരണം ഇന്നിപ്പോൾ വ്യാപകമായിട്ട് ട്രില്യൺ എന്നുള്ള പദം പ്രയോഗിക്കുന്നുണ്ട്. അതാണ് ഇത്തവണത്തെ ബജറ്റിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലുള്ള അലോക്കേഷൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 2014-15 10 വർഷം മുമ്പുള്ള ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ 2 ലക്ഷം കോടിയായിരുന്നു. 2 ലക്ഷം കോടിയിൽ നിന്നാണ് ഈ 12 ലക്ഷം കോടിയായിട്ട് വർദ്ധിച്ചത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മേജർ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇത്തവണത്തെ ബജറ്റിൽ ഒരു പ്രധാന ഹൈലൈറ്റ് അതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞു, അത് നമ്മുടെ മൊബൈൽ ഫോൺസ്, പിന്നെ ഇലക്ട്രിക് എല്ലാ എക്യുപ്മെന്റ്സും, പ്രത്യേകിച്ച് ഇലക്ട്രിക് വെഹിക്കിൾസ്, ഡിഫൻസിൽ സോളാർ എനർജി, മാസീവ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണ് സോളാർ എനർജി. അതിലൊക്കെ വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് നടക്കുന്നുണ്ട്. അതിന് 40,000 കോടി രൂപയാണ് ഗവൺമെന്റ് അതിന് ഈ സെമി കണ്ടക്ടർ 2.0 എന്നുള്ള ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മാസീവ് ഇൻവെസ്റ്റ്മെന്റ്. കാരണം നമ്മൾ സെമി കണ്ടക്ടറിന് വേറെ രാജ്യങ്ങളെ ആശ്രയിക്കുകയാണ്. ലോകത്തിൽ തന്നെ സെമി കണ്ടക്ടറിലെ നമ്പർ 1 എന്ന് പറയുന്നത് അമേരിക്കയും കൂടിയല്ല, തായ്വാനാണ്. തായ്വാനിലെ TSMC എന്നൊരു കമ്പനി ഉണ്ട്, തൈവാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനി, TSMC. ആ TSMC എന്നുള്ള കമ്പനീൻ്റെ ഷെയർ പ്രൈസ് കഴിഞ്ഞ ഒറ്റ വർഷം കയറിയത് 70%. കാരണം സെമി കണ്ടക്ടേഴ്സിന് വലിയ ഡിമാൻഡ് വന്നു. അപ്പം ഈ മേഖലയിൽ ഇന്ത്യ പുറകിലാണ്. അമേരിക്കയും തായ്വാനും സൗത്ത് കൊറിയയിലെ സാംസങ്, തായ്വാനിലെ TSMC, ചൈനയിലത്തെ ആലിബാബ, ടെൻസെന്റ് മുതലായിട്ടുള്ള കമ്പനികളാണ് മുൻനിരയിലുള്ള. അമേരിക്കയിൽ ഒരുപാട് കമ്പനികളുണ്ട്, ആമസോൺ ഉണ്ട്, പിന്നെ അവരുടെ NVIDIA എന്ന് പറഞ്ഞ ഉദിച്ചു വരുന്ന കമ്പനിയുണ്ട്, മൈക്രോസോഫ്റ്റ് ഉണ്ട്, മെറ്റ, പഴയ ഫേസ്ബുക്ക്. ഇതൊക്കെ തന്നെ മാസീവ് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൊക്കെ തന്നെ. അപ്പോൾ അവിടേക്ക് പോവാന്നുള്ള ഒരു പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. 40,000 കോടിയാണ് അതിൻ്റെ അലോക്കേഷൻ. പിന്നെ ഹൈ സ്പീഡ് റെയിൽ കോറിഡോർസ് ഗവൺമെന്റ് അതൊരു പ്രോഗ്രാമായിട്ട് അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം ഒരു ഹൈ സ്പീഡ് റെയിൽ കോറിഡോർസ്, നമ്മുടെ ഹൈ സ്പീഡ് റെയിൽ കോറിഡോർസിനെ കുറിച്ചിട്ട് ബജറ്റിൽ പ്രഖ്യാപനമൊന്നുമില്ല. ഇതൊരു പ്രോഗ്രാമായിട്ട് അനൗൺസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിനുള്ള ലാൻഡ് അക്വിസിഷനും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അതായത് സമയത്ത് അതിൻ്റെ അലോക്കേഷനും ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ക്ലാരിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ബജറ്റിൽ ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു അലോക്കേഷൻ ഇല്ല എന്നുള്ള കാര്യം അത് വസ്തുതയൊന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു. ഗവൺമെന്റ് ധനമന്ത്രി അത് പ്രഖ്യാപിച്ചപ്പോൾ ബജറ്റിൽ അലോക്കേഷൻ ഉണ്ടെന്ന് വിചാരിച്ചു, അത് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ മിഷൻ 2.0, സെമി കണ്ടക്ടർ മിഷൻ 2.0. പിന്നെ ഡിഫൻസ്, പ്രത്യേകിച്ച് നമ്മൾ പാകിസ്ഥാനായിട്ടുള്ള ഒരു കുറച്ച് സമയം നീണ്ടു നിന്നിട്ടുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് യുദ്ധമായിട്ട് മാറിയില്ല, എങ്കിലും ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അതിനുശേഷം നമ്മൾ വലിയ ഒരു നീക്കിയിരിപ്പ് ഡിഫൻസിന് വേണ്ടിയിട്ട്. കാരണം നമ്മുടെ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തതാണ്, ഇന്ത്യയിൽ ടെററിസ്റ്റ് അറ്റാക്കൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ വി നീഡ് ഡിഫൻസ് കേപ്പബിലിറ്റി. അപ്പോൾ ഈ ഡിഫൻസ് നമ്മളിപ്പോൾ ഇന്ത്യയിൽ സർക്കാർ മാത്രമല്ല, ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനീസ്, ഒരുപാട് പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് കമ്പനീസ് ഒക്കെ ഉണ്ട്. ഡേറ്റാ പാറ്റേൺസ് ഉദാഹരണത്തിന്, മിസൈൽ ടെക്നോളജി ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ ആ കമ്പനികൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കാര്യമായിട്ട്. ഇന്ത്യൻ പിന്നെ ഡിഫൻസ് പ്രോഡക്ട്സ് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യയെ പോലെ അത്ര കുറഞ്ഞ ചെലവിൽ ഇത് ഉൽപ്പാദിപ്പിക്കാൻ മറ്റ് രാജ്യങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഡിഫൻസിന് വലിയ അലോക്കേഷൻ ഉണ്ട്. പിന്നെ MSMEs, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അതിൽ മൈക്രോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൈക്രോ മീഡിയം സ്മോൾ എന്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ അതിൽ മൊത്തം പറയാ വെച്ചാൽ 6 കോടിയുണ്ട്. 6 കോടി എന്ന് പറഞ്ഞാൽ അത് അധികമായാലും മൈക്രോ എന്റർപ്രൈസസ് ആണ്, ചെറിയ മൈക്രോ എന്റർപ്രൈസസ് ആണ്. പക്ഷേ മീഡിയം എന്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ അത്ര ചെറുതൊന്നുമല്ല. മീഡിയം എന്റർപ്രൈസ് വെച്ചാൽ 50 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെന്റ് ആവാം, 50 crore വരെ ഇൻവെസ്റ്റ്മെന്റ് ആവാം, 250 crore വരെ ആനുവൽ ടേൺ ഓവറുള്ള ഒരു കമ്പനീനെ മീഡിയം എന്റർപ്രൈസ് എന്ന് പറയാം. അപ്പം അത് MSME എന്നുള്ള ആ ഒരു വിഭാഗത്തിൽ വരും. നിങ്ങൾ ഒരുപാട് പേര് ഒരുപക്ഷെ നിങ്ങൾക്ക് ആദ്യമൊക്കെ തന്നെ ജോബ് ഈ MSMEയിലെ മീഡിയം സെഗ്മെന്റിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് തുടക്കത്തിലൊക്കെ തന്നെ. അല്ല, അതിന് നല്ല കമ്പനികളുണ്ട്, കമ്പനീസ് വിച്ച് ക്യാൻ പേ വെരി ഗുഡ് സാലറി, വിച്ച് ക്യാൻ പ്രൊവൈഡ് ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ യങ് പീപ്പിൾ ലൈക്ക് യു.
അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ എല്ലാ ബജറ്റിലും MSMEസിന് വലിയ ഒരു പ്രാമുഖ്യം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ബിഗ് പ്രയോറിറ്റി ഹാസ് ബീൻ ഗിവൺ ബിക്കോസ് ഫ്രം ദി മാക്രോ ഇക്കണോമിക് പെർസ്പെക്റ്റീവ് ദിസ് സെഗ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് MSMEs account for 30% of India's GDP. 30, almost 1/3 of India's GDP. 40% of India's exports. പ്രത്യേകിച്ച് ലൈറ്റ് എഞ്ചിനീയറിംഗിലൊക്കെ തന്നെ ഒരുപാട് എക്സ്പോർട്സ് കംസ് ഫ്രം മീഡിയം എന്റർപ്രൈസസ്. ആൻഡ് ദേ അക്കൗണ്ട് ഫോർ എ മേജർ പാർട്ട് ഓഫ് ഇന്ത്യാസ് എംപ്ലോയ്മെന്റ് ഓൾസോ. കാരണം ലേബർ ഇന്റൻസീവ് ആണ്, വലിയ കമ്പനികളെ പോലെ മെക്കനൈസ്ഡ് അല്ല. ആൻഡ് ദേ വിൽ ബി എംപ്ലോയിങ് ലാർജ് നമ്പർ ഓഫ് യങ്സ്റ്റേഴ്സ് ലൈക്ക് യു. അപ്പൊ അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നൽകിയിട്ടുള്ള ചില ബൂസ്റ്റിന് പുറമെ ദിസ് ഇയർ ദ ഗവൺമെന്റ് ഹസ് പ്രൊവൈഡഡ് 10,000 crores. അത് ഈ ഒരു വർഷത്തേക്കല്ല കേട്ടോ, ദാറ്റ് ഓൾസോ ഈസ് ഇമ്പോർട്ടൻറ്റ്. 5 വർഷത്തേക്കാണ്, 5-year പീരീഡിലുള്ള ഒരു അലോക്കേഷനാണ്. 10,000 crores ഹാവ് ബീൻ സെറ്റ് അപ്പാർട്ട് ഫോർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അതിന് ഫൈനാൻഷ്യൽ സപ്പോർട്ട്, ലിക്വിഡിറ്റി സപ്പോർട്ട്, പ്രൊഫഷണൽ സപ്പോർട്ട്. ആ പ്രൊഫഷണൽ സപ്പോർട്ട് ട്രെയിനിങ്ങിലൊക്കെ അവിടെ നിങ്ങളുടെ അക്കൗണ്ട്സ് അക്കാഡമിയും ഒക്കെ തന്നെ വളരെ ഒരുപാട് പ്രസക്തമാണ്. അതിനൊക്കെ തന്നെ അതുകൂടാണ്ട് ടെക്സ്റ്റൈൽ സെക്ടർ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു തൊഴിലധിഷ്ഠിത വ്യവസായമാണ്, ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള വ്യവസായമാണ് ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽസ്. നമ്മൾ കേരളത്തിലെ കീടെക്സിനെ കുറിച്ചൊക്കെ അറിയാനോ ഒരുപാട്. അവരിപ്പോൾ തെലങ്കാനയിലേക്കാണ് പോയത് എക്സ്പാൻഷന് വേണ്ടിയിട്ട്. അതിൽ രാഷ്ട്രീയമൊക്കെ ഉണ്ട്, അതിനകത്ത് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ ടെക്സ്റ്റൈൽസ് മേഖലയുടെ മോഡേണൈസേഷൻ, അപ്ഗ്രഡേഷൻ, അതുകൂടാണ്ട് ബയോ ഫാർമ സെക്ടർ. ഫാർമസ്യൂട്ടിക്കൽസിൽ ഇന്ത്യന് ലോകത്തിലെ മേജർ എക്സ്പോർട്ടറാണ്. ഏകദേശം 75 രാജ്യങ്ങളിലേക്ക് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യനെ ഫാർമസി ഓഫ് ദ വേൾഡ് എന്നാണ് പറയാം. അപ്പോൾ കോവിഡിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്ക് ഈ കോവിഡ് വാക്സിൻ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോവാക്സിൻ മുതലായിട്ടുള്ള പിന്നെ കോവിഡ് വാക്സിനും അതുകൊണ്ട് ഒരുപാട് മറ്റ് മരുന്നുകളൊക്കെ തന്നെ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിലേക്ക്. അപ്പൊ ഈവൻ പ്രസിഡന്റ് ട്രംപ് തന്നെ ഇന്ത്യന്റെ മുകളിൽ 50% തീരുവ ചുമത്തിയപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ മേഖല അതൊന്നും ഒഴിവാക്കിയാണ്. കാരണം അവർക്ക് ചീപ്പായിട്ട് നല്ല ക്വാളിറ്റിയുള്ള മരുന്ന് കിട്ടണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വേണം കിട്ടാൻ വേണ്ടി. അപ്പൊ ഇതിന്ന് കുറച്ചുകൂടെ അപ്പുറം പോയിട്ട് ബയോഫാമ എന്ന് പറഞ്ഞാൽ ബയോളജിക്സ് എന്ന് പറയും, ബയോസിമിലാർസ് എന്ന് പറഞ്ഞാൽ ലളിതമായി പറയാൻ വെച്ചാൽ കെമിക്കൽസ് എന്നല്ല മരുന്നുണ്ടാക്കുന്നത്, ലിവിങ് സെൽസ് എന്നാണ് മരുന്നുണ്ടാക്കുന്നത്. ലിവിങ് സെൽസ് എന്ന് മരുന്നുണ്ടാക്കുന്ന ബയോഫാർമ, ഇപ്പൊ ബയോകോൺ മുതലായിട്ടുള്ള ഇന്ത്യൻ കമ്പനീസ് ഉണ്ട്, നല്ല കമ്പനീസ് ഉണ്ട്. അവര് ഈ ലിവിങ് സെൽസ് എന്നാണ് പല മെഡിസിൻസും ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വലിയൊരു കാരണം കെമിക്കൽസിന് അതിൻ്റെതായിട്ടുള്ള പല റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഉയർന്നു വരുന്നൊരു മേഖലയാണ് ഈ ബയോഫാർമ, ബയോളജിക്സ്, ബയോസിമിലാർസ് ഒക്കെ തന്നെ. അതിന് ഗവൺമെന്റിന്റെ കാര്യമായിട്ടുള്ളൊരു ഊന്നൽ കൊടുക്കുന്നുണ്ട് ഇത്തവണത്തെ ബജറ്റിൽ. അതൊരു ഹൈലൈറ്റ് ആണ്, ബജറ്റിന്റെ ഹൈലൈറ്റ് ആണ്. പിന്നെ ഓറഞ്ച് ഇക്കോണമി, ഞാൻ ഓറഞ്ചിൽ തന്നെ അതിന് എഴുതിയത് ആ ഓറഞ്ച് ഇക്കോണമി എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യാണ്. അത് ഉയർന്നു വരുന്ന ഒരു മേഖലയാണ്. ഗവൺമെന്റിന്റെ ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച് 2 million പ്രൊഫഷണൽസ് ബൈ 2030. 2030 ആവുമ്പോഴേക്കും, 5 വർഷമുള്ളൂ, 6, 7, 8, 9, 10, 5 വർഷത്തിനുള്ളിൽ 2 million 20 ലക്ഷം ആളുകൾക്കാണ് ജോലി സൃഷ്ടിക്കാൻ പോകുന്ന ഈ മേഖലയിൽ. നമുക്കറിയാം, നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ അറിയുന്നുണ്ടാവും. കാരണം ഈ തരത്തിലുള്ള ഈ വിഷ്വൽ ഇഫക്ട്സ്, അനിമേഷൻ, ഗെയിമിംഗ്, കോമിക്സ്, അതിനെ AVGC എന്നാണ് പറയുന്നത്. AVGC അത് ധനമന്ത്രി അവരുടെ ബജറ്റ് ടോക്കിൽ തന്നെ പറയുണ്ടായി. AVGC എന്ന് പറഞ്ഞാൽ അനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ്. ഇത് 4 അടങ്ങുന്ന മേഖലയ്ക്കാണ് ഈ ഓറഞ്ച് ഇക്കോണമി എന്ന് പറയുന്നത്. ഓറഞ്ച് എന്നുള്ള കളർഫുൾ ആയിട്ടുള്ള മേഖല എന്നുള്ള ഉദ്ദേശിച്ചവരായിരിക്കും. കാരണം ഈ ഗെയിമിഫിക്കേഷൻ, വിഷ്വൽ ഇഫക്ട്സ് എന്നൊക്കെ പറയുന്നത് വളരെ കളർഫുൾ ആണല്ലോ. അപ്പൊ അതിന് ഒരു ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട്, അതിൽ കണ്ടന്റ് ക്രിയേഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയിൽ എപ്പോഴും വേജസ് കുറവായതുകൊണ്ട്, മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് സാലറി ലെവൽസ് കുറവായതുകൊണ്ട് അപ്പോൾ നമുക്ക് കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു 2 million പ്രൊഫഷണൽസ് ബൈ 2030, 20 ലക്ഷം തൊഴിലവസരങ്ങൾ അടുത്ത 5 വർഷത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ അതിന് ചെയ്യാൻ പോകുന്നത് എന്താ, 15,000 സെക്കൻഡറി സ്കൂൾസിൽ രാജ്യത്ത് ആകെ എടുക്കുകയാണെങ്കിൽ 15,000 സെക്കൻഡറി സ്കൂൾസ് ആൻഡ് 500 കോളേജസ്.
എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കും. 15,000 സെക്കൻഡറി സ്കൂൾസ്, 500 കോളേജുകളിൽ ഇതിന് ലാബ് സെറ്റപ്പ് ചെയ്യാണ്. ഈ ഓറഞ്ച് ഇക്കോണമീനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ലാബ് സെറ്റപ്പ് ചെയ്യാണ്. അപ്പോൾ ആ ലാബില് കുട്ടികളെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട്, നമ്മുടെ ചെറിയ സെന്റേഴ്സിലൊക്കെയാണ്, അത് നിങ്ങൾക്ക് അറിയും കൂടുതലായിട്ട്. അപ്പൊ ഈ വിഷ്വൽ, ഗെയിമിംഗ്, കോമിക്സ് ഒക്കെ തന്നെ ആ കണ്ടന്റ് ക്രിയേഷൻ എങ്ങനെ നന്നായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ വലിയ തുക ചെലവാക്കിയിട്ട് ഈ 15,000 സ്കൂളുകളിലും കാച്ച് ദം യങ്, സെക്കൻഡറി ലെവലിൽ തന്നെ തുടങ്ങിയിട്ട് കോളേജിലും ഈ കണ്ടന്റ് ക്രിയേഷൻ അതൊരു മേജർ ഡെവലപ്മെന്റ് ആണ്. അതുകൂടാണ്ട് ലോജിസ്റ്റിക്സ് ഹബ്ബ്, ഇന്ത്യയിലെ ലോജിസ്റ്റിക്സ് ഹബ്ബ്, അതായത് ട്രാൻസ്പോർട്ടേഷനൊക്കെ വരുന്ന ആ ലോജിസ്റ്റിക്സ് ഹബ്ബ്, ഇപ്പം നമ്മുടെ വിഴിഞ്ഞം പോർട്ടൊക്കെ നല്ല ഉദാഹരണമാണല്ലോ. അതുമാതിരിയുള്ള ഇന്ത്യക്ക് ഒരുപാട്, ഇന്ത്യ ഒരു പെനിൻസുലർ ആയതുകൊണ്ടും നല്ല ഒരു കോസ്റ്റൽ ലൈൻ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ ആ ഒരു കോസ്റ്റൽ ട്രാൻസ്പോർട്ടും ട്രാഫിക്കും ട്രേഡും ഇന്റർനാഷണൽ ട്രേഡ്, വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലോജിസ്റ്റിക് ഹബ്ബായിട്ട് ഡെവലപ്പ് ചെയ്യുക. അതിലൊരു ഒരു ഡെഫിഷ്യൻസി എന്ന് പറയാവുന്നത് നമ്മൾ കണ്ടെയ്നർ മാനുഫാക്ചറിങ്, കണ്ടെയ്നർ അടക്കം ഞാൻ എപ്പോഴാണ് അറിയുന്നത്, കണ്ടെയ്നർ മാനുഫാക്ചറിങ് അടക്കം നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത്. അത് വലിയ പിന്നെ ഒരു റോക്കറ്റ് സയൻസ് ടെക്നോളജി ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇവിടെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിന് 10,000 കോടി എന്നുള്ള വലിയൊരു ഗവൺമെന്റാണ്, ലൊക്കേഷനാണ് ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ടാക്സേഷനിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്, അത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നുള്ള സെഗ്മെന്റിൽ സ്വല്പം ഒന്ന് കൂട്ടി, അത് വേണ്ടതാണെന്നുള്ള എൻ്റെ അഭിപ്രായം. കാരണം വെറുതെ ആൾക്കാർ കുറെ സ്പെക്കുലേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സ്പെക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ സ്പെക്കുലേറ്റ് ചെയ്താൽ കാശ് പോകുന്നുള്ളത് അനുഭവം. ആളുകൾ ചെയ്യേണ്ടത് ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് നല്ല കാര്യമാണ്. വേറെ ഡയറക്ട് ടാക്സിലും ഇൻഡയറക്ട് ടാക്സിലും പ്രത്യേകിച്ച് മാറ്റമില്ല. ഇൻഡയറക്ട് ടാക്സ് തീരുമാനിക്കുന്നത് GST ആണ്, ബജറ്റിലല്ല, ഫൈനാൻസ് മിനിസ്ട്രിക്ക് പുറമെയാണ്. ഡയറക്ട് ടാക്സസ് ആണ്. ഡയറക്ട് ടാക്സിലും വേറെ ചേഞ്ചസ് ഒന്നും പ്രധാനമായിട്ടില്ല.